കോവിഡ് കാല പ്രതിസന്ധിയെ തുടർന്ന് വായ്പാ തിരിച്ചടവ് മുടങ്ങി. വ്യവസായ സ്ഥാപനം വിറ്റിട്ടും പ്രതിസന്ധി തീരാതെ ഉടമകൾ. മാനദണ്ഡങ്ങൾ പാലിക്കാതെ സർഫാസി നിയമപ്രകാരം ജപ്തി ചെയ്യാനൊരുങ്ങിയിരിക്കുകയാണ് ബാങ്ക്. ബാങ്കിനെതിരെ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സ്ഥാപന ഉടമകൾ. സർഫാസി നിയമപ്രകാരം സ്ഥാപനവും 4 വീടുകളും ജപ്തി ചെയ്യാനാണ് ബാങ്കിന്റെ നീക്കമെന്ന് കരിപ്പൂർ കുമ്മണിപ്പറമ്പിലെ KC കോക്കനട്ട് പ്രൊഡക്ട്സ് ഉടമ KC സെയ്ദലവി കോടതിയിലടക്കം നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു. 1991 മുതൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ വിപുലീകരണത്തിന് 2011-2012 35 ലക്ഷം രൂപ കാനറ ബാങ്കിന്റെ കൊണ്ടോട്ടി ശാഖയിൽ നിന്ന് വായ്പ എടുത്തിരുന്നു. പിന്നീട് 4 കോടി രൂപ വരെ ODCD ബാങ്ക് വർദ്ധിപ്പിച്ച് നൽകിയിരുന്നു. 6 കോടി രൂപയോളം ചെലവഴിച്ചാണ് സ്ഥാപനം വിപുലീകരിച്ചത്. വായ്പ ലഭിക്കാത്തതിനാൽ ഓടി ഉപയോഗിച്ച് വിപുലീകരണം നടത്തേണ്ടി വന്നു. ഈ സമയത്താണ് കോവിഡ് വന്നതും വെളിച്ചെണ്ണ കയറ്റുമതി ചെയ്തതിനെ തുടർന്ന് ലഭിക്കേണ്ട ഭീമമായ സംഖ്യ നഷ്ടമാവുകയും ചെയ്തത്. 2022 വായ്പ നോൺ പെർഫോമിംഗ് അസറ്റായി മാറി നിലവിൽ 6 കോടി രൂപയോളം ബാങ്കിൽ തിരിച്ചടയ്ക്കണം. അതിനായി സ്ഥാപനം വിൽക്കേണ്ടി വന്നു. അതുവഴി ലഭിക്കുന്ന 3 കോടി രൂപ 6 മാസത്തിനുള്ളിൽ അടയ്ക്കാമെന്നും ബാക്കി സംഖ്യ വീടടക്കമുള്ളവ വിറ്റുശേഷം നൽകാമെന്നും രേഖാമൂലം അറിയിച്ചിട്ടും ബാങ്ക് വഴങ്ങിയില്ല. 15 കോടി രൂപയുടെ ഈട് വെച്ചാണ് വായ്പ എടുത്തിരിക്കുന്നത്. ഇത്രയധികം തുകയുടെ ഈടുണ്ടായിട്ടും ജപ്തി നടപടികളിലേക്ക് പോകുന്നത് ഒരു വ്യവസായം ഇല്ലാതാക്കാനാണെന്ന് സെയ്ദലവിയും മക്കളായ അബ്ദുൾ റഹ്മാനും അബ്ദുൽ കലാമും ആരോപിച്ചു. അവിടെ ഇന്ന് വരെ ഈ ഒരു കൊല്ലായി ഏകദേശം ഇതുവരെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല. പിന്നെ അതുമല്ല DRTക്ക് അനുസരിച്ച് ഞങ്ങൾക്ക് ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് തരാതെ അവർ ഇവിടെ ഈ സെക്യൂരിറ്റൈസേഷൻ ആക്ട് പ്രകാരം സർഫേസ് ആക്ട് പ്രകാരം നടപടി എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ജപ്തിക്കുള്ള നോട്ടീസ് വന്നു. അങ്ങനെ ഞങ്ങൾ ബന്ധപ്പെട്ട് നിരന്തരം ഓരോരോ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് ഇവർക്ക് ടോട്ടൽ 4 കോടി ഞങ്ങൾ എടുത്തത്. പിന്നെ കോവിഡ് ലോൺ എന്റെ കൂടി ഉണ്ട്. 5 കോടി 80 ലക്ഷം റുപ്യക്ക് ഞങ്ങൾ എന്ത് ചെയ്തിരുന്നത്, ഇത് അവർക്ക് ബാങ്ക് OTS ആക്കി. OTS ആക്കി കുറച്ച് പൈസ അടച്ചു. 10 ലക്ഷം റുപ്യ കഴിഞ്ഞ ആഴ്ച അടച്ചു. ഞങ്ങൾ ഈ യൂണിറ്റിന്റെ 62% ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന പാർട്ടിക്ക് വിൽപ്പന നടത്തി. അതിന്റെ കോപ്പിയും ഈ വിൽപ്പന നടത്തിയതിന്റെ എല്ലാ ഡീറ്റെയിലും കംപ്ലീറ്റ് ബന്ധപ്പെട്ട ബ്രാഞ്ച് മാനേജർക്ക് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു. ജനറൽ മാനേജർക്ക് സബ്മിറ്റ് ചെയ്തു. ഞങ്ങൾ ഈ സാധനം വിറ്റിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെ പേരിൽ നടപടിയേറ്റ് വരുന്നതിന് പകരം 6 മാസത്തെ സമയത്തിനാണ് ഞങ്ങൾ ഇത് വിറ്റത്. 4 മാസം കഴിഞ്ഞു. ഇനി 2 മാസം കൂടി ബാക്കിയുള്ളൂ. ആ 2 മാസം വരെ ഞങ്ങൾ കാത്തിക്കണം. ഈ പകുതി പൈസ അടക്കാം, ബാക്കി ഓരോരോ ഡോക്യുമെന്റ് റിലീസ് ചെയ്ത് അടിച്ചു തീർത്ത് തരാൻ ഞങ്ങൾക്ക് വേറെ ഒരു റൈറ്റ് ഓഫ് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നിട്ട് ബന്ധപ്പെട്ടു. അതൊക്കെ വാങ്ങിച്ചിട്ട് മിനിയാന്ന് വിളിച്ചിട്ട് പറയാണ് 10-ാം തീയതി നിങ്ങൾ പ്രൊസസ് എടുക്കാൻ പറ്റും. അഡ്വക്കേറ്റ് കമ്മീഷണറെ കൊണ്ട് പോയി വിളിപ്പിച്ചതാണ്. അപ്പൊ ഈ അഡ്വക്കേറ്റ് കമ്മീഷണർ ഇതുവരെ എന്താ സർഫേസ് ആക്ട് തുടങ്ങി വെച്ചാല് ഇവർക്ക് എന്ത് ചെയ്യാം, CJM കേസ് ഫയൽ ചെയ്താല് അതിന് ഞങ്ങളെ വാദം കേൾക്കൊന്നും വേണ്ട. എന്നാണോ കേസ് ഫയൽ ചെയ്യുന്ന വെച്ചാൽ അന്ന് തന്നെ അപ്പൊ തന്നെ ഇത് പ്രൊസസ് എടുക്കാൻ CJM ഉത്തരവിടും. ആ സമയത്ത് ഞങ്ങൾ DRT കൊടുത്ത ഫയൽ അവിടെ കളിക്കുന്ന അതിന്റെ മുകളിൽ ഒന്നും പോകാതെ ഇത് പിടിച്ചു വാങ്ങുന്ന രീതിയിൽ ഇവരെന്ത് ചെയ്തതാണ് CJM കൊടുത്താണ്. CJM ആ ഉത്തരവിട്ടിട്ട് ഒരു കൊല്ലായി. 18/12/2023 ആ ഉത്തരവിട്ടുണ്ടാക്കിയത്. അന്ന് അവർ വന്നപ്പോ നമ്മൾ കുറച്ച് ഫണ്ടൊക്കെ കൊടുത്ത് മാറ്റിച്ച് പോയി. ഇപ്പൊ അവർ വിളിച്ചു വന്നപ്പോ ഞാൻ അഡ്വക്കേറ്റ് കമ്മീഷനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ തലേന്ന് വിളിച്ച് നാളെ എടുക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റില്ല. എന്റെ വീടല്ല, എന്റെ 2 വീടുണ്ട്, എന്റെ ഒരു സുഹൃത്തിന്റെ വീടുണ്ട്, എന്റെ ജ്യേഷ്ഠന്റെ വീടുണ്ട്. ഇതെല്ലാം കൂടി നിങ്ങൾ തലേന്ന് രാത്രി വിളിച്ച് നാളെ രാവിലെ എടുക്കുന്നു പറയാൻ പറ്റില്ല. നിങ്ങൾ അതിന് അതിൻ്റെതായ സമയം അനുവദിച്ചു തരണം. ഞങ്ങൾ മാനിത്തരാൻ നിങ്ങൾക്ക് താക്കോലും തരാൻ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അവരതിനൊന്നും സമ്മതിക്കില്ല. അവർ 10-ാം തീയതി വന്നിട്ട് ഞങ്ങളെ പുറത്താക്കി പോലീസ് പ്രൊട്ടക്ഷനിൽ വില്ലേജ് ഓഫീസർ സാന്നിധ്യത്തിൽ വന്ന് ഏറ്റെടുക്കുന്നു തന്നെ നിൽക്കുന്നത്. വളരെ ഉഷാറായിട്ട് രാവും പകലും പണി എടുക്കണ വലിയൊരു കമ്പനിയാണ്. മാസത്തില് 4 കണ്ടെയ്നർ വിടുന്ന മാസമുണ്ട്, 6 കണ്ടെയ്നർ വിടുന്ന മാസമുണ്ട്, 8 കണ്ടെയ്നർ വിടുന്ന മാസമുണ്ട്. പിന്നെ ലോക്കലും കുറച്ചൊക്കെ നല്ല വെളിച്ചെണ്ണ കൺസ്യൂമർ ഫെഡിന് അതുപോലുള്ള കമ്പനികൾക്കൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതാണ് അവരെന്ത് ചെയ്തത്. ഈ 2 മാസം കാത്തിക്കാൻ കൂടി ഒരു സമയമില്ലാതെ ഒരു നടപടിക്രമേശം മുന്നോട്ട് വന്നാൽ ഞങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങൾ ഞങ്ങൾക്കും വേണ്ടി 2 മാസം കാത്തിക്കുന്നില്ല, നിങ്ങളിത് ഞങ്ങൾ എത്ര റീപ്രോസസ് ചെയ്ത് എടുത്താൽ നിങ്ങൾക്ക് എത്ര കൊല്ലം കൊണ്ട് ഇത് തിരിച്ചു കിട്ടും ചോദിച്ചു. ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എല്ലാ റിക്കവറി ചെയ്ത് പിടിച്ചെടുത്ത ഭൂമികൾ എന്ത് ചെയ്തെടുക്കുകയാണ്, അവിടെ വെറുതെ എടുക്കുക. ഇവർക്ക് ചെയ്യാൻ കഴിയില്ല. ഇവരപ്പൊ ഇന്ന് ഞങ്ങളോടുള്ള ഒരു പ്രതികാര നടപടി പോലെ ഇത് മുന്നോട്ട് പോയി. ഇതിന്റെ 2 മക്കളാണ്. ഞങ്ങള് ഒരു മോനും കൂടി ഉണ്ട്. ഞങ്ങള് മക്കളും ഞങ്ങളെല്ലാവരും കൂടി രാവും പകലും ഇല്ലാതെ കഠിനാധ്വാനമായിട്ട് അധ്വാനിക്കാം. ഒരു 10-ലധികം കമേഴ്ഷ്യൽ വെഹിക്കിളുണ്ട് ഞങ്ങളെടുത്ത്. ഇതൊക്കെ വർക്ക് ചെയ്ത്
വലിയൊരു സ്ഥാപനം 100 ജോലിക്കാരൻ വർക്ക് ചെയ്തുകൊണ്ട് പോണ വലിയൊരു സ്ഥാപനമാണ് ഓരെന്ത് ചെയ്യുന്നത്, ഭർത്താവ് എന്റെ വീടും ഇതും അടക്കം കൂട്ടാൻ വരുന്നത്. പിന്നെ ഒരു വന്ന് ഇത് ചിലപ്പോ കൂട്ടോളും വീട് കൂട്ടും തന്നെ. എന്ത് കൂട്ടിയാലും കണക്കല്ലേ, ഞങ്ങളൊക്കെ പൈസ കൊടുത്ത് ക്ലിയർ ആക്കാൻ ഞങ്ങൾക്ക് നിങ്ങളൊക്കെ സെറ്റിൽമെന്റും വേണ്ട, ഞങ്ങൾക്ക് റൈറ്റ് ഓഫും വേണ്ട, ഞങ്ങൾക്ക് താല്പര്യമില്ലാതെ വന്നതാണ്. ഇതാണ് ഇപ്പൊ നിൽക്കുന്ന അവസ്ഥ. ഇനി എന്ത് ചെയ്യണമെന്നുള്ളത് ഞങ്ങൾക്കൊന്നും അറിയാം. കാരണം കോടതികളിൽ പോയാൽ കോടതി വന്ന് DRT കൂടെ DRTയിൽ നിലവിൽ അതിനൊന്നും ഒരു മറുപടി തന്നില്ല. ഞങ്ങൾ ഈ കൊടുത്ത 15ഓളം കത്തുകൾക്ക് അത് ഇന്ന് വരെ തന്നിട്ടില്ല. അത് 31/5/2000 ഓടി ഓടിക്കാൻ 4 കോടി എന്ന് നിലനിർത്തിയാണ്ട് ഇൻട്രസ്റ്റ് എല്ലാം അവർ ഇതുവരെ അനുവദിച്ച് തന്നിട്ടില്ല. ഇതുവരെ തന്നിട്ടില്ല. MP ആയാലും 3 മാസത്തെ ഇൻട്രസ്റ്റ്